ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഗവർണർ SFI സംഘർഷം അല്ലെങ്കിൽ പോര് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്ത് സാൻസ്ക്രിറ്റ് കോളേജിന് മുന്നിൽ SFI യുടെ ഒരു ബാനർ കൂടെ ഉയർത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോട് ആകരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സാൻസ്ക്രിറ്റ് കോളേജിൽ ഉയർന്നിരിക്കുന്ന ബാനർ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായത് വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. SFI ഉയർത്തിയ ബാനറുകൾ പോലീസിനെ ഉപയോഗിച്ച് ഗവർണർ അഴിപ്പിക്കുന്ന, SP ഉപയോഗിച്ച് പോലും അഴിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഉണ്ടായത്. അതിനുശേഷം SFIയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു ബാനർ അഴിപ്പിച്ചാൽ 100 ബാനറുകൾ അതിന് പകരം ഉയർത്തുമെന്നുള്ളതാണ് SFI പറഞ്ഞിരുന്നത്. അതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് SFI ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും SFIയുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. രണ്ടുപേരും പരസ്പരം വലിയൊരു പോരിലേക്ക് വരുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ നാടകീയമായ രംഗങ്ങൾ. SFI കൂടുതൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് രാത്രിയുടനീളം സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ ഗവർണർ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. പോലീസുകാരുടെയൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലും വലിയ രീതിയിലുള്ള സുരക്ഷ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഗവർണർ രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്ഭവന്റെ മുന്നിലും തിരുവനന്തപുരം എയർപോർട്ട് മുതലുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിലായിരുന്നാലും വലിയ രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണം, ഏകദേശം 500-ലധികം പോലീസുകാർ ഇന്നലെ രാത്രിയോടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെയും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഗവർണറെ സംബന്ധിച്ച VCയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു പക്വതയില്ലാത്തൊരു സമീപനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഗവർണർ കൂടുതൽ പക്വതയുള്ള ഒരു ഇരിക്കുന്ന അധികാര പദവിക്കനുസരിച്ചുള്ളൊരു കാര്യമായിരിക്കണം ഗവർണർ കാണിക്കേണ്ടത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗത്തു നിന്ന് ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിൻ്റെ മുന്നിലും ഇത്തരത്തിൽ മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോട് ആയിരിക്കരുത് എന്ന തരത്തിൽ SFIയുടെ ഒരു ബാനർ കൂടി ഉയർന്നിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും മനോജ് ഗോപിക്കൊപ്പം മർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.